ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു പൈസയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ അതിനി കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞ ആ ഒരു പൈസ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഈ പൈസ നല്ല രീതിയിൽ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അത്തരത്തിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ആവശ്യമില്ലാതെ ചിലവഴിച്ച് നിങ്ങൾ കളയാതെ, എന്നാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പൈസ ചിലവഴിക്കാൻ പറ്റുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ധാരാളം പൈസ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തുന്നതുമാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത നല്ല കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നാണ്. ശരിക്കും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്ന ഒരു എനർജിയും ഉണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഫോൺ വാങ്ങണം, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നതുമാവാം, അങ്ങനെ നിങ്ങളത് വാങ്ങുന്നതുമാവാം. ഈ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വാങ്ങുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു സമയമാണ് ഇത്. കുറേ കാലം കൊണ്ട് പെൻഡിങ് ആയിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് ട്രാവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാവൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുന്നതുമാവാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വരാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ എന്താണോ ആഗ്രഹിച്ചത് അത് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പെട്ടെന്നുള്ളൊരു പ്രോഗ്രസ്സാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രസ്സാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഒന്ന് സ്റ്റക്കായിരുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ സമയം വരുന്നുണ്ട്. അത് പൈസയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രമോഷനായിട്ടായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങളെ വിട്ടിട്ട് പോയ ആ ഒരു റിലേഷൻഷിപ്പ് അത് നിങ്ങൾ റീകണക്ട് ചെയ്യുന്നതുമായിരിക്കാം. അപ്പോൾ ശരിക്കും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. അതുകൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. കുറേ ആൾക്കാർക്ക് ട്രാവൽ കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഷോർട്ട് ജേണി ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വേറൊരു രാജ്യത്തേക്ക് പോകുന്നതുമാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഇരിക്കേണ്ടത്. ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിനെ വിട്ടുകളഞ്ഞ് ഒരു പുതിയ വ്യക്തിയായിട്ട് ഇവിടെ മാറാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പുതിയൊരു മാറ്റം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ മറ്റാരും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രയത്നിക്കൂല. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങളുടെ ആ ഒരു ഇൻറ്റൻസിറ്റി എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ ഒരു ജന്മത്തിൽ നമുക്ക് ചെയ്തു തീർക്കേണ്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കാം, പക്ഷെ ചെയ്യേണ്ടത് നമ്മളാണ്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും വേണമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ വരുമെന്നുള്ളതാണ്. പിന്നെ അബൻഡൻസ് ആൻഡ് പ്രോസ്പെരിറ്റിയാണ് ഈ ഒരു എംപ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് പൈസ വരുമെന്നാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് അഫർമേഷനൊക്കെ ചെയ്ത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ്, ഇപ്പോൾ ഒരു ചെറിയ പൈസയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിലും അതിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ട്രാപ്പിലായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും, അത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ അടച്ചിട്ടിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ അടച്ചിട്ടിരുന്ന പോലെ ആയിരിക്കാം. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കണ്ണുകൾ കെട്ടിയിരുന്ന ആ ഒരു അവസ്ഥയുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു കെട്ടഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ ഇരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ ഇരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയം തിരിച്ചറിയുന്ന കുറച്ച് സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചെയ്യട്ടെ എന്ന് കരുതിയ പല കാര്യങ്ങളും അങ്ങനെയല്ല, അത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നേറുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കോൺഫിഡൻസ് ലെവല് നിങ്ങൾക്ക് ഈ ഒരു സമയം കൂടുതലായിരിക്കും എന്നാണ്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തു തീർക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടായിരിക്കും. ആ ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയം. പിന്നെ ചില സമയം ഒരു റെസ്റ്റുമില്ലാതെ ജോലി ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. അതായത് ഇതിൽ പെട്ടെന്ന് തന്നെ ചില ആൾക്കാർ ആക്ഷൻ എടുക്കുന്നു എന്നാണ്. ചില സമയം നമ്മൾ കുറച്ച് ലേസി ആയിരുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാലും അത് ചെയ്യാതിരിക്കുന്ന ആളുകളായിരുന്നു നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ ഫുള്ളി മാറുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്കത് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ ചിലപ്പോൾ ഒരു യാത്ര പോകണമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പോൾ തന്നെ യാത്ര പോകും. അപ്പോൾ അതുപോലെ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ശ്രമമെങ്കിലും നിങ്ങൾ ഇവിടെ നടത്തുമെന്നാണ് കാണുന്നത്. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ ഒരു പ്രണയം, അതായത്
നിങ്ങൾക്ക് ആ ഒരു സ്നേഹം തിരിച്ചു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് ഈ ഒരു സമയം വരെ ചിലപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ എങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വൈസ് കൗൺസിലർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹൈറഫൻ്റ് ആണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്ന ഒരു എനർജി ഉണ്ട്. ആരിൽ നിന്നെങ്കിലും ഒരു ടാരോയോ അല്ലെങ്കിൽ അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്ന് ഒരു ഗൈഡൻസ് എടുക്കാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ചില സ്പിരിച്വലായിട്ടുള്ള ചില കാര്യങ്ങൾ അത് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ് എന്നും കാണുന്നുണ്ട്. അല്ലെങ്കിൽ പഠിക്കണമെന്നൊരു തോന്നൽ ഈ ഒരു സമയം നിങ്ങൾക്ക് വന്നേക്കാം. അതായത് ഈ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം, ആ ഒരു ആകാംക്ഷ, അത് എക്സ്പീരിയൻസ് ചെയ്യാനും അത് പഠിക്കാനും ഒക്കെയുള്ളൊരു ആകാംക്ഷയൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും മെഡിറ്റേഷൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഹീലിങ്ങിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയം ഒരു ഡിവൈൻ ഹെൽപ്പ് നന്നായിട്ട് കിട്ടുമെന്നാണ് ഇതിൽ കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഡിവൈനായിട്ടൊരു ഹെൽപ്പ് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം ഇവിടെ ദൈവം തരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം ഈ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ ചാരിയറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എന്ത് വന്നാലും മുന്നോട്ട് പോകും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഈ സമയം മൾട്ടിപ്പിൾ ടാസ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടാകാനൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. എന്തെന്നാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുന്ന ഒരു സമയമാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇവിടെ മുന്നോട്ട് പോകണം എന്നൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പ്രൊട്ടക്ഷനൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ തീർച്ചയായിട്ടും സാധിക്കും എന്നൊരു വിശ്വാസമൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മണി ബ്ലോക്കേജസ് ഒക്കെ മാറി നിങ്ങൾക്ക് തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അത് എന്ത് തന്നെ ആയാലും അത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു സമയമാണിത് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാരിറ്റി എന്ന് പറയുന്നത് വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് മാത്രം നമ്മൾ തീരുമാനമെടുക്കും. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ചിലപ്പോൾ പലരും നിങ്ങളെ മുതലെടുക്കും. എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരെയും നമുക്ക് മുറിപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കവരെ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ആ ഒരു മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്കിവിടെ പറ്റുമെന്നുള്ളതാണ്. അതിനുള്ള ഒരു ശ്രമം നിങ്ങളിവിടെ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആകുമ്പോഴാണ് അവിടെ നമുക്ക് ബാലൻസ് ഇല്ലാതാവുന്നത്. അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും. എന്നാൽ ഈ സമയം നിങ്ങൾ വളരെ കാമായിട്ട്
നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തറിയിക്കാതെ, എന്നാൽ നിങ്ങൾ നല്ല തന്ത്രപരമായിട്ട് ഈ ഒരു സമയം നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു എനർജിയിലാണ് ഈ സമയം നിങ്ങളുള്ളത് എന്നാണ്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്പിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു പ്രണയാഭ്യർത്ഥനയൊക്കെ വരുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അഭ്യർത്ഥനയുമായിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്കിത് ആരോടെങ്കിലും തോന്നുന്നതുമാവാം, ഏതെങ്കിലും വ്യക്തികളോട് നിങ്ങൾക്ക് തോന്നുന്നതാവാം. കൂടുതലും നിങ്ങളോടോ ആ വ്യക്തിയോടോ ഉള്ളൊരു ഫിസിക്കൽ അട്രാക്ഷൻ ആണ് ഈ ഒരു പ്രണയത്തിൻ്റെ പിന്നിലുള്ള കാരണമെന്നാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ഈ ഒരു സമയം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 9 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ എന്തൊക്കെയോ കാര്യങ്ങൾ, ചിലപ്പോൾ അത് വിശ്വാസമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ട് കരുതിയിരുന്ന എന്തെങ്കിലും കാര്യങ്ങളാവാം. അത് നഷ്ടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അത് നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ നിങ്ങൾ ഇവിടെ പ്രിപ്പയർഡായിട്ട് ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ നിങ്ങളുടെ പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒക്കെ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതെന്ത് കാര്യമായാലും അത് നിങ്ങൾ ആലോചിച്ച് മാത്രം ഇവിടെ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അല്ലാതെ എടുത്തു ചാടി ഈ സമയം ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. എന്ത് കാര്യത്തിനും നിങ്ങളുടെ ഏഞ്ചൽസിനോട് നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അപ്പോൾ ഈ ഹെൽപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെയോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയോ ഒക്കെ നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഈ സമയം എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കുന്ന ആൾക്കാർ, നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ആലോചിച്ചിട്ട് മാത്രം ഈ ഒരു സമയം ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താതെ അത് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളിവിടെ നേരിടേണ്ടി വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവം അത് നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നടക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ച, നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ട ആ ഒരു കാര്യം അത് നടക്കുമെന്ന് പൂർണ്ണമായും ഈ ഒരു സമയം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ളൊരു സമയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് എല്ലാം മാനിഫെസ്റ്റ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രം മതി, അത് മാനിഫെസ്റ്റ് ആയിക്കോളും. ഇതിൽ നിങ്ങളുടെ കുറേ കഷ്ടപ്പാടുകൾക്ക് ശേഷം, കുറേ അവഗണനകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ പൂർണ്ണമായും ഈ ഒരു സമയം വിശ്വസിക്കുക. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതിന് തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ഒരു കാര്യം, അത് ചിലപ്പോൾ ഒരു ജോലിയോ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. മാത്രമല്ല,
ഇതിൽ നിങ്ങളൊരു വീടോ വാഹനമോ അങ്ങനെയൊക്കെ വാങ്ങാൻ തീരുമാനിക്കുന്നതുമാവാം. അതായത് അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട ഏതോ ഒരു കാര്യം ഇവിടെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നതാവാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് സംബന്ധമായ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു കാര്യം ഇവിടെ സംഭവിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിന്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ആ ഒരു ട്രൂ ഡിസയർ എന്താണ് എന്ന് നിങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ് ഇതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയുന്നുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയം കൂടുതലായിട്ടും മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ടും മെഡിറ്റേഷൻ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്ഡം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക, മാത്രമല്ല മെഡിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പേജ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ളൊരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നാണ്. ശരിക്കും പുതിയ സാധ്യതകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്, അല്ലെങ്കിൽ സാധ്യതകളെ നിങ്ങളെ തേടി പോകാനും ഇവിടെ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ തേടി പോകുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ അറിയാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. ഇതുവരെ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്കില്ലൊക്കെയുള്ള ആൾക്കാരാണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു സമയമാണെന്നാണ്. ശരിക്കും നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് ആ ചെയ്തിരുന്ന കാര്യം ഫിനിഷ് ചെയ്യാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു എനർജി ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെയധികം അമേസിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമാണെന്നും കാണുന്നുണ്ട്. നിങ്ങൾ ലേസി ആയിട്ട് ഇരിക്കാതിരിക്കുക. ഈ സമയം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അത് എന്താണോ അത് നിങ്ങളിവിടെ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെയധികം സെക്യൂർഡ് ആയിരിക്കും എന്നാണ്. ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ നല്ലതായിരിക്കും ഈ ഒരു സമയം എന്നുള്ളതാണ്. ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ സമയം നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെയാണ് വേണ്ടിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്കൊരു പ്രയോറിറ്റി ഒക്കെ കൊടുക്കുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.